രാത്രി ഭാരതീയ സിറ്റിയിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ 4 പേര് കസിൻസ്. കുറേ കാലമായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പോയിട്ട്. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ നീറ്റസ്റ്റ് ആൻഡ് ക്ലീനസ്റ്റ് പ്ലേസ്. യെസ്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് മാംഗോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കളക്ഷനൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി കയറിയതാണ്. കയറിയതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ നേരെ അവിടെ കണ്ട പാൻറ്റലൂൺസിൽ കയറി. പാൻറ്റലൂൺസിലൊക്കെ പോയിട്ട് കുറേ കാലമായി. അപ്പോൾ അവിടെ ഒന്ന് കയറി. ഒരമ്മ പെറ്റ 3 മക്കളെ പോലെയില്ലേ കാണാൻ. 3 പേര് ഒരുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, ഡ്രസ്സസൊക്കെ നോക്കി. ഒരുപാട് കാലമായിട്ട് എൻ്റെ കാട്ടിൽ കിടക്കുന്നൊരു സാൻഡൽസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതവിടെ കണ്ടപ്പോൾ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു, കംഫർട്ടബിൾ ആണോ ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഗമ്മ് അത് ഒട്ടിച്ച രീതി അത്ര ശരിയല്ല. പറഞ്ഞു പോകേണ്ട എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇട്ട് നോക്കി. എൻ്റെ സൈസും കറക്റ്റായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് എടുക്കണ്ട, അത്രയ്ക്ക് പോരാന്ന് പറഞ്ഞതുകൊണ്ട് അവനൊന്ന് ഇട്ട് നോക്കി. എൻ്റെ ഒരു സമാധാനത്തിന് ഇട്ട് നോക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ആ പൈസക്ക് ആ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെല്ലെ ഇട്ടതുപോലെ അഴിച്ച് അവിടെ വെച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് മിനീസോ കയറി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷോപ്പിംഗ് കാർട്ട് കണ്ടു അവിടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ ഇങ്ങനൊരു ഏരിയ കണ്ടു. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ജിമ്മി അഡ്വാൻസ് ആയിട്ട് സ്ട്രോളർ ബുക്ക് ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കാണെന്നും ചോദിക്കരുത്, ചുമ്മാ പറഞ്ഞ കേട്ടോ. ബേബി ഷോപ്പ് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയത്. ഇത്രയും ടൈമുള്ള എൻ്റെ വോയിസ് കേട്ടപ്പോൾ ഉറക്കത്ത് സംസാരിച്ചത് പോലെയില്ലേ? പക്ഷെ ഉറക്കത്തായിരുന്നില്ല. നല്ല പനി പിടിച്ച് കിടന്ന സമയത്ത് ചെയ്ത വോയിസ് ഓവറായിരുന്നു. പകുതി ചെയ്തപ്പോഴേക്കും പിന്നെ തീരെ വയ്യാതായി. എനിക്കിത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തത്, പക്ഷേ നടന്നില്ല. നേരത്തെ ചിമ്മി പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ളൊരു മോളായിരുന്നു അത്. ഞങ്ങൾ അവിടെയൊക്കെ കുറേ നടന്നു, കുറേ ഷോപ്സിലൊക്കെ കയറി ഇറങ്ങി. ബാംഗ്ലൂർ അങ്ങനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ മെയിൻ പ്ലാൻ ചിക്പേട്ടും ഐക്യമായിരുന്നു. അത് രണ്ടും നല്ല അടിപൊളിയായിട്ട് നടന്നു. കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടാണ് 8ൻ്റെ പണി കിട്ടിയത്. പിന്നെ കുഴപ്പമില്ല, കാരണം ഷോപ്പിംഗ് എന്ന പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കുഞ്ഞി മോള് മൊത്തം ഞങ്ങൾ കറങ്ങി, എല്ലാ ഫ്ലോറും കയറി ഇറങ്ങി. അപ്പോൾ ഇത് ലാസ്റ്റ് നൈറ്റാണ് ബാംഗ്ലൂർ. നാളെ രാത്രി ഞങ്ങൾ തിരിച്ചു പോകും. ഞാനും ഭവ്യയും ഞങ്ങൾ നാളെ രാത്രി തിരിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകേണ്ടത് ആലോചിച്ചപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. ആ 2 ദിവസം പോയതേ അറിഞ്ഞില്ല. ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം ചിക്പേട്ടായിരുന്നു. അതെന്തായാലും നടന്നു. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയി നോക്കി. എന്തായാലും ഒരു തവണ കൂടി എന്തായാലും വരേണ്ടി വരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഐസ്ക്രീം വേണോ? യെസ്, ഇനി ഒരു ഐസ്ക്രീം കഴിച്ചിട്ടാവാം ബാക്കി നടത്തും. അങ്ങനെ ഞങ്ങൾ നേരെ മെക്കിൽ പോയി 4 ഐസ്ക്രീമും വാങ്ങിച്ചു. ക്ലാസിക് കോൺസ് വാങ്ങാനായിരുന്നു പോയത്, പക്ഷെ കിട്ടിയത് ഇതായിരുന്നു. പിന്നെ കിട്ടിയതുകൊണ്ട് അങ്ങ് സംതൃപ്തി അടഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ പുറത്തിറങ്ങാറായി. പുറത്ത് ഫുള്ള് ഗ്രാസ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് സമയം പുറത്തിരിക്കും. ലീവുള്ളൊരു സ്ഥലം, കാണാനും നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി രാത്രി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ ഇങ്ങനെ സ്ക്രീനൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ക്രിക്കറ്റാണ് ഉള്ളത്. ഇവിടെ ഇടയ്ക്ക് ഹിന്ദി സിനിമയൊക്കെ വെക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ നല്ല തണുപ്പും നല്ല വൈബാണ്. ഇവിടെ ഇങ്ങനൊരു കടയുണ്ട്. ഞങ്ങൾ അവിടെ പുല്ലിൽ ഇരുന്നിട്ട് ഈ പുല്ലിലൊക്കെ ഇരിക്കായിരുന്നു. പക്ഷെ മഴ പെയ്തുകൊണ്ട് ഫുള്ള് നനഞ്ഞിട്ടുള്ളത്. ഭവ്യലക്ഷ്മിയുടെ റീൽ സ്പോട്ടായിരുന്നു ഇത്. റിക്വസ്റ്റ് ടു വെയർ സാരി. ഈ ഭക്തിസാന്ദ്രമായ നിമിഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണന് വേണ്ടിയുള്ള ഒരു ഭക്തി ഗാനാണ് ആലപിക്കാൻ തോന്നുന്നത്. ഇത് തുടങ്ങാല്ലേ?
മൂക്കുന്നടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. ഇതുപോലെ നല്ല വൈബുള്ള സ്ഥലത്ത് പിന്നെ കൊത്തന്നൂർ ശാമ്പുര രണ്ടും വേണ്ട. ശാമ്പൂർ എനിക്ക് വേണ്ട. പിന്നെ കമേഴ്ഷ്യൽ ഓർ ഭാരതീയ? ഭാരതീയ. കമേഴ്ഷ്യലിലേക്ക് ഞാൻ ഇല്ല ഇനി. നല്ല വല്ലാത്തൊരു ദിവസമായിരുന്നു. പക്ഷെ ബാംഗ്ലൂർ ട്രിപ്പ് വാസ് ഓസം. 2 ദിവസമാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. സത്യം നാളെ തിരിച്ചു പോണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. എനിക്ക് നാളെ ലഗേജ് എടുക്കണല്ലോ. കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഇന്നത്തെ ചിക്പേട്ടിലായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നല്ലൊരു ദിവസമായിരുന്നു. കുറേ സമയം ഇവിടെ ഇരുന്ന് വൈബ് അടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ പോലെ കഷ്ടപ്പെടേണ്ട നല്ലൊരു ദിവസം, പക്ഷെ നല്ല റിലാക്സിങ് ആയിരുന്നു ഇപ്പോൾ കുറേ സമയം അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ഞാൻ റൂമിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബെൽ ഐക്കൺ അടിക്കണം. ബൈ.